മിക്കവാറും കുട്ടികൾക്ക് മരുന്ന് കുടിക്കാൻ മടിയാണ്. ചില കുട്ടികൾ മരുന്ന് കൊടുക്കുമ്പോൾ ഛർദ്ദിക്കും, ചിലരാണെങ്കിൽ തുപ്പിക്കളയുകയും ചെയ്യും. കുഞ്ഞിന് സിറപ്പ് മാറ്റിയിട്ട് ഡ്രോപ്സ് ആക്കാൻ പറ്റുമെന്ന് പാരൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡ്രോപ്സ് ആക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകദേശം ഒരു 5 ml സിറപ്പിലുള്ള മെഡിസിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും 1 ml ഡ്രോപ്സിലുള്ള. അപ്പോൾ ഈ സിറപ്പ് മാറ്റി ഡ്രോപ്സ് ആക്കുമ്പോൾ ഡോക്ടറോട് ചോദിച്ച് കുഞ്ഞിൻ്റെ വെയിറ്റിനനുസരിച്ച് ആ ഡ്രോപ്സിനകത്തുള്ള മെഡിസിൻ്റെ കോൺസെൻട്രേഷനും കൂടെ നോക്കി കൃത്യമായ അളവ് മനസ്സിലാക്കി വെക്കുക. മിക്കവാറും മെഡിസിൻസും പല ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്നുള്ള മനസ്സിലാക്കി വെക്കുക. ആ മെഡിസിൻ ആ പറയുന്ന ഫ്ലേവറിൽ കിട്ടുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെയുള്ള വൊമിറ്റിംഗ് നമുക്ക് കുറച്ചൊക്കെ പരിഹരിക്കാൻ പറ്റും. ഫില്ലേഴ്സ് ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ കൊടുക്കാൻ എളുപ്പമായിരിക്കും. വലിയ കുട്ടികളാണെങ്കിൽ ഒരു 2-3 ഫില്ലർ എടുക്കണമെന്നുള്ളതേ വരുള്ളൂ. അപ്പോൾ ഫില്ലറിൽ എടുത്ത് കൊടുക്കുമ്പോൾ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാനും സൗകര്യമാണ്. ചെറിയ അളവിലായതുകൊണ്ട് കുഞ്ഞുങ്ങൾ വേഗം അത് കുടിച്ചിറക്കില്ല. നമ്മൾ ഫില്ലറിന് പകരം സിറിഞ്ചസ് ഉപയോഗിക്കാം. സിറിഞ്ചിൻ്റെ നീഡിലെടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് നമ്മൾ വേണ്ട ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് എടുക്കാനും സിറിഞ്ചിനകത്ത് എടുക്കാനും സൗകര്യമാണ്. സിറിഞ്ചിനകത്ത് എടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ